മാർച്ച് 29 മഹാശനിമാറ്റം. മേടം മുതൽ കന്നി വരെ ഉള്ള കൂറുകാർക്കും ഇതെങ്ങനെ? മാർച്ച് 29 മഹാശനിമാറ്റം സംഭവിക്കുകയാണ്. ഇതുവരെ കുംഭം രാശിയിൽ ആയിരുന്നു ഇത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാണ് ശനിയുടെ സ്ഥാനം. ജ്യോതിഷപ്രകാരം 30 വർഷമെടുത്താണ് സൂര്യനെ ഇത് വലം വയ്ക്കുന്നത്. കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് ശനി പകരുകയാണ്. ഇത് ചിലർക്ക് ആശ്വാസവും ചിലർക്ക് ദോഷവും ആകുന്ന ഒന്നാണ്. ചിലർക്ക് ഏഴരശനി, ചിലർക്ക് കണ്ടകശനി തുടങ്ങുന്നു. എന്നാൽ ഏത് രാശിപ്പകർച്ചയാണെങ്കിലും നാമജപാദി കാര്യങ്ങൾ കൊണ്ട് ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും. ശനിയെ പ്രസാദിപ്പിക്കാന് ഉള്ള വഴിപാടുകൾ ചെയ്യാം. മഹാദേവ, ശാസ്ത, ഗണപതി, ആഞ്ജനേയ ഭജനവും ക്ഷേത്രദർശനവും പ്രധാനമാണ്. മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തിക കാൽ, ഏഴരശനിയാണ്. ഇവർ ശനിപ്രീതി വരുത്തണം. ജന്മശനി വരുമ്പോൾ രോഗസാധ്യതയുണ്ട്. ഇവർ ചെയ്യേണ്ടത് ശനിയാഴ്ച ശാസ്താവിനെയും ശിവനെയും തൊഴാം. നമഃശിവായ ജപിക്കാം. ഗണപതിയെയും ഹനുമാനസ്വാമിയെയും പ്രസാദിപ്പിക്കാം. അയ്യപ്പനെയും പ്രാർത്ഥിക്കാം. ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പാതി. ഉണ്ടായ ദുരിതങ്ങൾ മാറുന്നു. ഇവർക്ക് ആശ്വാസത്തിന്റെ കാലഘട്ടമാണ്. ഇവർക്ക് കണ്ടകശനിയുടെ ഉപദ്രവം മാറുന്നു. ഇങ്ങനെയാണെങ്കിലും 11ാം ഇടത്തിൽ ശനിയാണ്. പ്രാർത്ഥനകൾ കുറയ്ക്കരുത്. മീനത്തിലെ ശനിക്ക് 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇത് സന്താനങ്ങൾക്കു ചെറിയ ദുരിതമുണ്ടാക്കാം. മിഥുനക്കൂറുകാർക്ക് മകയിരം അര, തിരുവാതിര, പുണർതം കാൽ. 9ലെ ശനി 10ലേക്ക് വരുന്നു. ഇത് കണ്ടകശനിയാകുന്നു. ഇവർ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥലത്ത് ദുരിതങ്ങളും ശത്രുഭീതിയും ഉണ്ടാകും. 10ാം ഭാഗം എപ്പോഴും കർമ്മസ്ഥാനമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഇതിനും ശനിയാഴ്ച ശാസ്താഭജനം, ശബരിമല ദർശനം. ഗണപതി, ശനീശ്വര, ഹനുമാന് ഭജനം പ്രധാനം. കർക്കിടക്കൂറുകാർക്ക് പുണർതം കാൽ, പൂയം, ആയില്യം. അഷ്ടമത്തിലെ ശനി 9ലേക്ക് വരുന്നു. ഇത് അനുകൂലമാണ്. ഒരു പരിധിവരെ എന്നു പറയാം. ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വ്യാഴപ്പകർച്ചയിൽ ചെറിയ ദുരിതമാണെങ്കിലും ശനിപ്പകർച്ച കൊണ്ട് ഗുണമുണ്ടാകും. എന്നാൽ സഹോദരങ്ങൾക്ക് ദോഷം വരാം. ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്രം കാൽ. ഇതുവരെ കണ്ടകശനിയായിരുന്നു. ഇവർക്ക് ഇതിൽ നിന്ന് മാറ്റം വരുന്നു. വളരെ ആശ്വാസകരമാണ്. ശനി അഷ്ടമത്തിലേക്ക് മാറുന്നു. കണ്ടകശനിയുടെ ദുരിതം മാറും. ഇത് കാര്യതടസ്സം മാറും. വസ്തുവിൽപ്പനയ്ക്കോ വീടിനോ വിവാഹത്തിനോ തടസ്സം വന്നവർക്കെല്ലാം ഗുണമുണ്ടാകും. കന്നിക്കൂറുകാർക്ക് ഉത്രം കാൽ, അത്തം, ചിത്തിര ആര. 6ൽ 6 ശനി 7ലേക്ക് പോകും. ഇത് കണ്ടകശനിയാണ്. കുടുംബബന്ധങ്ങളെ സൂക്ഷിക്കുക. ദാമ്പത്യത്തിലും ശ്രദ്ധ വേണം. കാര്യതടസ്സമുണ്ടാകും. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. ദൂരയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഈ കാലത്ത് ശബരിമല ദർശനം നടത്തുക. ഇതല്ലെങ്കിൽ മുദ്ര നിറച്ചു നൽകാം. ശനിയാഴ്ച ശാസ്താവിനെ പ്രാർത്ഥിക്കുക.